2025 വർഷത്തെ ചിത്തിര നക്ഷത്രത്തിന്റെ വിഷുഫലം നോക്കാം. ചിത്തിര നക്ഷത്രത്തിന്റെ ആദ്യ പകുതിയിൽ ജനിച്ചവർ കന്നിക്കൂറിലും അവസാന പകുതിയിൽ ജനിച്ചവർ തുലാക്കൂറിലും പെടുന്നു. ചിത്തിര നക്ഷത്രം ഇക്കൊല്ലത്തെ മേടവിഷു സംക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ ആദിശൂലത്തിൽ ആദ്യത്തെ നക്ഷത്രമായി വരുന്നതിനാൽ ഈ നക്ഷത്രക്കാർ ഈ വർഷം സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത പുലർത്തണം. ചെലവു കൂടുതലാകാതെ സൂക്ഷിക്കണം. ഈ നാളുകാർക്ക് ഇക്കൊല്ലം കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നിലനിർത്താൻ കഴിയും. ഈ നക്ഷത്രക്കാർക്ക് വർഷത്തിന്റെ ആദ്യ പകുതിയിൽ കൂടുതൽ നല്ല ഫലങ്ങൾ അനുഭവപ്പെടും. ജോലി രംഗത്ത് കൂടുതൽ ഉയർന്ന സ്ഥാനങ്ങളിൽ എത്താൻ കഴിയും. ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാണ്. വർഷത്തിന്റെ ആദ്യ മാസങ്ങളിൽ ശരീരസുഖം കുറയും, മനസ്സിന് സ്വസ്ഥത കുറയും. എങ്കിലും പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. കാലങ്ങളായി വിവാഹം മുടങ്ങിയവർക്ക് വിവാഹം നടക്കും. ധന്വന്തരി മന്ത്രവും ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിൽ പൂജകളും ചെയ്യുക. സാമ്പത്തിക കാര്യങ്ങളിലുള്ള നിയന്ത്രണം തുടരണം. ദൈവാനുഗ്രഹം ഉള്ളതിനാൽ പ്രതിസന്ധികളിലൊന്നും പെടുകയില്ല. യോഗ സ്ഥിരമായി ശീലിച്ചു മനസ്സിന്റെ സ്വസ്ഥത നിലനിർത്താൻ കഴിയും. സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ പുരോഗതി കാണും. എങ്കിലും ചെലവു കൂടാൻ ഇടയുണ്ട്. വരുമാനത്തിനനുസരിച്ചു ചെലവു നിയന്ത്രിക്കാൻ ശീലിക്കണം. വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയം ലഭിക്കും.